നമസ്കാരം, എല്ലാവർക്കും ബയോബാഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ 6ാമത്തെ ചാപ്റ്ററായ അൺറാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് പെയറിന്റെ റിലേഷൻ നോക്കിയിട്ട് നമ്മൾ നെക്സ്റ്റ് പെയർ ഫില്ല് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. RNA റൈബോസ് ഷുഗർ DNA ഡാഷ് ഫീമെയിൽ 44 പ്ലസ് XX മെയിൽ ഡാഷ്. അപ്പോൾ RNAയിൽ കാണപ്പെടുന്ന ഷുഗർ ഏതാണ്? റൈബോസ് ഷുഗർ ആണ്. DNAയിൽ ആണെങ്കിലോ ഡിയോക്സി റൈബോസ് ഷുഗർ ആണ് അല്ലെ. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് DNA എന്ന് പറയുന്നത്. റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് RNA എന്ന് പറയുന്നത്. സോ RNAയിൽ റൈബോസ് ഷുഗറും DNAയിൽ ഡിയോക്സി റൈബോസ് ഷുഗറും ആണ്. അപ്പൊ ആൻസർ വരിക ഡിയോക്സി റൈബോസ് ഷുഗർ എന്നാണ്. ഇനി ഫീമെയിൽസില് 44 പ്ലസ് XX എന്ന കണ്ടീഷനിലാണ് ക്രോമസോംസ് ഉള്ളത് അല്ലെ. മെയിൽസിലാണെങ്കിലോ 44 പ്ലസ് എന്താണ് വരിക? XY എന്നുള്ള കണ്ടീഷൻ ആണ് വരിക അല്ലെ. 44 പ്ലസ് XY എന്നാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദി ഇല്ലുസ്ട്രേഷൻ ഓഫ് ഗ്രിഗർ മെൻഡൽസ് എക്സ്പെരിമെന്റ് ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത് നോക്കാനാണ് പറയുന്നത്. ഈ ഒരു ഇല്ലുസ്ട്രേഷൻ നോക്കൂ. ടോൾ പ്ലാന്റിനെയും ഡോർഫ് പ്ലാന്റിനെയും തമ്മിൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ജനറേഷൻ എന്ത് കിട്ടുന്നു? ടോൾ കിട്ടുന്നു. ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ പഠിച്ചതാണ് അല്ലെ. A question, what are the inferences made Gregor Mendel based on this experiment? ഈ എക്സ്പെരിമെന്റിൽ നിന്ന് അദ്ദേഹത്തിന് എന്താണ് മനസ്സിലായത്? കോൺട്രാസ്റ്റിംഗ് ട്രൈഡ്സിനെ തമ്മിൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹൈബ്രിഡൈസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ജനറേഷനിൽ ഏതെങ്കിലും ഒരു ട്രൈറ്റ് മാത്രമാണ് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്. മറ്റേ ട്രൈറ്റ് എന്ത് ചെയ്യുന്നു? ഹിഡൻ ആയിട്ടിരിക്കുന്നു. അത് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നില്ല എന്ന് മനസ്സിലായി അല്ലേ. B question, what are the types of plants obtained by the self-pollination of first generation mentioned above? What are the inferences made by Gregor Mendel based on the second experiment? അപ്പൊ സെക്കൻഡ് എക്സ്പെരിമെന്റിൽ അദ്ദേഹം എന്താണ് ചെയ്തത്? ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയിട്ടുള്ള ആ പ്ലാന്റിനെ എന്ത് ചെയ്തു? സെൽഫ് പോളിനേറ്റ് ചെയ്തു. അപ്പൊ സെൽഫ് പോളിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏതൊക്കെ ടൈപ്പ് ആണ് കിട്ടുന്നത് എന്നാണ് നമുക്ക് ചോദ്യം. അപ്പോൾ ഇവിടെ ഞാൻ ഏതൊക്കെ കിട്ടുന്നു എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ആ ഒരു എക്സ്പെരിമെന്റ് ആദ്യം നോക്കാം. ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയിട്ടുള്ള ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന കണ്ടീഷനിലുള്ള പ്ലാന്റിനെയാണ് എന്ത് ചെയ്യുന്നത്? സെൽഫ് പോളിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് കണ്ടീഷൻ നോക്കൂ അല്ലെ. എന്താണ് ഉണ്ടാവുന്നത് നോക്കാം നമുക്ക്. ഗാമേറ്റ്സ് ഉണ്ടാവും അല്ലെ. ഇവിടെ ക്യാപിറ്റൽ ടി എന്ന അലിയിലുള്ള ഗാമേറ്റുകളും സ്മോൾ ടി എന്ന അലിയിലുള്ള ഗാമേറ്റുകളും ഉണ്ടാവും. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഇനി ഇതിലെ ഏതൊക്കെ ഗാമേറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്താൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം. ക്യാപിറ്റൽ ടി ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവുന്നു? ക്യാപിറ്റൽ ടി ടോൾ പ്ലാന്റ് ഉണ്ടാവുന്നു അല്ലെ. ഇനി ക്യാപിറ്റൽ ടി സ്മോൾ ടി ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ടോൾ പ്ലാന്റ് ഉണ്ടാവുന്നു. ഇനി ഈ സ്മോൾ ടിയും ഈ ക്യാപിറ്റൽ ടിയും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ടോൾ പ്ലാന്റ് ഉണ്ടാവുന്നു. പിന്നെ ഈ സ്മോൾ ടിയും ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് ഡോർഫ് എന്നുള്ള കണ്ടീഷൻ ആണ് ഉണ്ടാവുന്നത് അല്ലെ. അപ്പോ സെക്കൻഡ് ജനറേഷനിൽ ഏതൊക്കെ ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ടായി? ടോൾ ഉണ്ടായി, ഡോർഫ് ഉണ്ടായി. ഈ ടോളിൽ തന്നെ രണ്ട് ജീനോടൈപ്പ് കാണുന്നുണ്ട്. ക്യാപിറ്റൽ ടി എന്ന കണ്ടീഷനിലുള്ള ടോൾ പ്ലാന്റ്സ് ഉണ്ടാവും. ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന കണ്ടീഷനിലുള്ള ടോൾ പ്ലാന്റ്സ് ഉണ്ടാവും. 1:3:1 എന്ന റേഷ്യോയിലാണ് ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന പ്ലാന്റ്സ് വരുന്നത്. നമ്മൾ ടോട്ടൽ ടോളും ഡോർഫും മാത്രം പറയുകയാണെങ്കിൽ 3:1 എന്ന കണ്ടീഷനാണ് ഇവിടെ ഉള്ളത് അല്ലെ. അദ്ദേഹത്തിന് ഈ സെക്കൻഡ് എക്സ്പെരിമെന്റിൽ നിന്ന് എന്താണ് മനസ്സിലായത്? സെക്കൻഡ് ജനറേഷൻ ഡെവലപ്പ് ചെയ്തെടുത്തപ്പോൾ എന്താണ് മനസ്സിലായത്? ഫസ്റ്റ് ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യാതെ ഹിഡനായിരുന്ന ആ ഒരു പെർട്ടിക്കുലർ ട്രൈറ്റ് സെക്കൻഡ് ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഡൊമിനന്റിന്റെയും റിസസീവിന്റെയും തമ്മിലുള്ള റേഷ്യോ എന്താണ്? 3:1 എന്ന റേഷ്യോ ആണ്. 3 ടോൾ പ്ലാന്റ്സും 1 ഡോർഫ് പ്ലാന്റും. സി ക്വസ്റ്റ്യൻ ഈ ഒരു ഇതിൽ തന്നെ വരുന്ന സബ് പാർട്ട് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി അതർ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് കൺസിഡർഡ് ബൈ ഗ്രിഗർ മെൻഡൽ ഇൻ ഹിസ് എക്സ്പെരിമെന്റ്സ്? അപ്പൊ ഗ്രിഗർ മെൻഡൽ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിൽ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് എന്ന ക്യാരക്ടർ മാത്രമാണോ എടുത്തത്? അല്ല.
7 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് അദ്ദേഹം എടുത്തിരുന്നു. അതിൽ ഒന്നാണ് നമ്മളിപ്പോ പറഞ്ഞത്. ബാക്കി നോക്കാം നമുക്ക്. പൊസിഷൻ ഓഫ് ഫ്ലവർ, ഷേപ്പ് ഓഫ് സീഡ്, കളർ ഓഫ് സീഡ് കോട്ട്, കളർ ഓഫ് കോട്ടിലിഡൻ, കളർ ഓഫ് ഫ്രൂട്ട് ആൻഡ് ഷേപ്പ് ഓഫ് ഫ്രൂട്ട്. ഇത്രയും ക്യാരക്ടേഴ്സ് കൂടെ എടുത്തിരുന്നു. ഈ ഒരു ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് എന്നുള്ളൊരു ക്യാരക്ടറിന് പുറമെ ഇത്രയും ക്യാരക്ടേഴ്സ് കൂടെ അദ്ദേഹം എടുത്ത് സ്റ്റഡി ചെയ്തിരുന്നു. ഇതുപോലെ എക്സ്പെരിമെന്റുകൾ കണ്ടക്ട് ചെയ്തിരുന്നു. നെക്സ്റ്റ് ഇതിൽ തന്നെ വരുന്ന സബ് ക്വസ്റ്റ്യൻ ആണ്. ഇല്ലുസ്ട്രേറ്റ് ദ സെയിം എക്സ്പെരിമെന്റ് ബൈ യൂസിങ് അലീഡ്സ് റെസ്പോൺസിബിൾ ഫോർ കളർ. അപ്പൊ നമുക്ക് കളർ ഓഫ് ഫ്ലവർ എടുക്കാം. ഫ്ലവറിന്റെ കളർ വരുമ്പോൾ, ആ ഒരു ക്യാരക്ടർ വരുമ്പോൾ അവിടെ വരുന്ന ഓപ്പോസിറ്റ് ട്രൈറ്റ്സ് എന്ന് പറയുന്നത് പർപ്പിൾ കളറുള്ള ഫ്ലവറും വൈറ്റ് കളറുള്ള ഫ്ലവറും ആണ്. അപ്പോൾ പർപ്പിൾ എന്ന് പറയുന്നതാണ് ഇവിടെ ഡോമിനന്റ്, വൈറ്റ് എന്താണ് റിസസീവ് ആണ്. പർപ്പിൾ എന്ന കളറിനെ സൂചിപ്പിക്കുന്ന പി എന്ന ലെറ്റർ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ക്യാപിറ്റൽ പി എന്നുള്ളത് എന്താണ് പർപ്പിൾ ഫ്ലവേഴ്സിനെ സൂചിപ്പിക്കുന്നു. ക്യാപിറ്റൽ പി സ്മോൾ പി വന്നാലും പർപ്പിൾ ഫ്ലവേഴ്സ് ആയിരിക്കും. വൈറ്റ് ആണെങ്കിലോ സ്മോൾ പി ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഗാമേറ്റ്സ് ഏതൊക്കെയാണ്? ഒരു ടൈപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, ക്യാപിറ്റൽ പി എന്ന അലിയിൽ വരുന്ന ഗാമേറ്റുകൾ. ഇവിടെയാണെങ്കിൽ സ്മോൾ പി എന്ന അലിയിൽ വരുന്ന ഗാമേറ്റുകളാണ് ഉണ്ടാവുക. ഇവ തമ്മിൽ കൂടിച്ചേർന്നുണ്ടാവുന്ന ഫസ്റ്റ് ജനറേഷൻ എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ പി സ്മോൾ പി എന്ന കണ്ടീഷൻ ആയിരിക്കും അല്ലെ. അതായത് ഫസ്റ്റ് ജനറേഷനില് F1 ജനറേഷനില് പർപ്പിൾ കളേർഡ് ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ജനറേഷനെ സെൽഫ് പോളിനേറ്റ് ചെയ്യും അല്ലെ. ക്യാപിറ്റൽ പി സ്മോൾ പി. അപ്പൊ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഗാമേറ്റുകൾ ക്യാപിറ്റൽ പി എന്ന അലിയിൽ വരുന്ന ഗാമേറ്റുകൾ ഉണ്ടാവാം, സ്മോൾ പി എന്ന അലിയിൽ വരുന്ന ഗാമേറ്റുകൾ ഉണ്ടാവാം. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഇനി ഇവ തമ്മിൽ ചേർന്നുണ്ടാവുന്ന സെക്കൻഡ് ജനറേഷൻ എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ പിയും തമ്മിലാണ് കൂടിച്ചേരുന്നത് എങ്കിൽ ക്യാപിറ്റൽ പി അതായത് പർപ്പിൾ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നു. ഇനി ക്യാപിറ്റൽ പി സ്മോൾ പി പർപ്പിൾ ഫ്ലവേഴ്സ് തന്നെയാണ് ഉണ്ടാവുന്നത് അല്ലെ. ഈ സ്മോൾ പിയും ഈ ക്യാപിറ്റൽ പി സ്മോൾ പി പർപ്പിൾ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നു. സ്മോൾ പി വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നു അല്ലെ. അപ്പൊ 3:1 എന്ന റേഷ്യോയില് പർപ്പിൾ ഫ്ലവേഴ്സ് വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നു. എവിടെയാണ്? സെക്കൻഡ് ജനറേഷനിലാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദി ഇല്ലുസ്ട്രേഷൻ റിലേറ്റഡ് ടു മെൻഡൽസ് എക്സ്പെരിമെന്റ് ബേസ്ഡ് ഓൺ 2 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. അപ്പോൾ നമ്മൾ തൊട്ടു മുമ്പേയുള്ള ക്വസ്റ്റ്യനിൽ ഒരു ക്യാരക്ടർ മാത്രം എടുത്തിട്ടുള്ള എക്സ്പെരിമെന്റിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. എന്നാൽ ഇവിടെ 2 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എടുത്തിട്ടുള്ള എക്സ്പെരിമെന്റിന്റെ ഒരു ഇല്ലുസ്ട്രേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഫുള്ളായി കൊടുത്തിട്ടില്ല അല്ലെ. കംപ്ലീറ്റ് ദി ഇല്ലുസ്ട്രേഷൻ അപ്രോപ്രിയേറ്റ്ലി. ബി ക്വസ്റ്റ്യൻ വാട്ട് ആർ ദി ക്യാരക്ടേഴ്സ് ഒബ്സർവ്ഡ് ഇൻ ദി സെക്കൻഡ് ജനറേഷൻ. അപ്പൊ ആദ്യം നമുക്കിത് ഫില്ല് ചെയ്യണം, എന്നാലാണ് സെക്കൻഡ് ജനറേഷനിൽ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് പറയാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പൊ അവിടെ ആ ഒരു ഇല്ലുസ്ട്രേഷനിൽ പറയുന്നത് സെൽഫ് പോളിനേഷൻ ഓഫ് ഫസ്റ്റ് ജനറേഷൻ ആണ് അല്ലെ. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന കണ്ടീഷനിലുള്ള പ്ലാന്റ്സ് ആണ്. ഓക്കെ. അപ്പൊ അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഗാമേറ്റുകൾ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ട് പറയുന്നുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ഗാമേറ്റുകളാണ് അവിടെ ഉണ്ടാവുക? ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആറും വരുന്ന ഗാമേറ്റുകൾ ഉണ്ടാവാം അല്ലെ. അതുപോലെ തന്നെ ക്യാപിറ്റൽ ടി സ്മോൾ ആർ വരുന്നത് ഉണ്ടാവാം, പിന്നെ സ്മോൾ ടി ക്യാപിറ്റൽ ആർ വരുന്നതും ഉണ്ടാവാം, സ്മോൾ ടി സ്മോൾ ആർ വരുന്നതും ഉണ്ടാവാം. അങ്ങനെ 4 തരത്തിലുള്ള ഗാമേറ്റുകൾ ഇവിടെയും ഉണ്ടാവാം, അതുപോലെ തന്നെ ഇവിടെയും ഉണ്ടാവാം. ഇനി ഈ ഗാമേറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള പോസിബിലിറ്റീസ് സെക്കൻഡ് ജനറേഷനിൽ ഏതൊക്കെ തരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ അങ്ങനെ ഒരു ഗാമേറ്റ് വരുന്നുണ്ട് അല്ലെ രണ്ട് സൈഡിലും. അതുപോലെ തന്നെ ക്യാപിറ്റൽ ടി സ്മോൾ ആർ വരുന്നുണ്ട്, പിന്നെ സ്മോൾ ടി ക്യാപിറ്റൽ ആർ ഇവിടെയും അതുപോലെ തന്നെയാണ്. പിന്നെ ലാസ്റ്റ് എന്താണ്? സ്മോൾ ടി സ്മോൾ ആർ ഇവിടെയും അങ്ങനെയാണ്. അപ്പൊ ഇവിടെ നോക്കൂ, ക്യാപിറ്റൽ ടി ടോൾ പ്ലാന്റ് ആണ് അല്ലെ. ക്യാപിറ്റൽ ആർ റെഡ് ഫ്ലവേഴ്സ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ക്യാപിറ്റൽ ടി, ഇവിടെ നിന്നുള്ള ക്യാപിറ്റൽ ടി, ഇവിടെ നിന്നുള്ള ക്യാപിറ്റൽ ആർ, ഇവിടെ നിന്നുള്ള സ്മോൾ ആർ. അപ്പോൾ ടോൾ പ്ലാന്റ് അതുപോലെ തന്നെ റെഡ് ഫ്ലവേഴ്സ് ആണ് അവിടെ ഉണ്ടാവുന്നത്. ഇനി ഇവിടെയാണെങ്കിലോ ഇവിടെ നിന്നുള്ള ക്യാപിറ്റൽ ടിയും ഇവിടെ നിന്നുള്ള സ്മോൾ ടിയും, ഇവിടെയും ക്യാപിറ്റൽ ആർ ഇവിടെയും ക്യാപിറ്റൽ ആർ. അപ്പോൾ ടോൾ പ്ലാന്റ് റെഡ് ഫ്ലവേഴ്സ്. ഇനി ഇവിടെയാണെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ടോൾ പ്ലാന്റ് റെഡ് ഫ്ലവേഴ്സ്. ഇനി നെക്സ്റ്റ് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ക്യാപിറ്റൽ ടി അല്ലെ, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ടോൾ പ്ലാന്റ് റെഡ് ഫ്ലവേഴ്സ്. ക്യാപിറ്റൽ ടി സ്മോൾ ആർ ടോൾ പ്ലാന്റ് യെല്ലോ ഫ്ലവേഴ്സ് ആണ് അവിടെ വരിക അല്ലെ. സ്മോൾ ആർ ആയതുകൊണ്ട്
യെല്ലോ ഫ്ലവേഴ്സ് ആണ് വരുന്നത്. ഇനി ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ടോൾ പ്ലാന്റ്, റെഡ് ഫ്ലവേഴ്സ്. ഇവിടെയാണെങ്കിലോ ഇവിടെ നിന്നുള്ള ക്യാപിറ്റൽ ടിയും ഇവിടെ നിന്നുള്ള സ്മോൾ ടിയും, സ്മോൾ ആർ, ടോൾ പ്ലാന്റ്, യെല്ലോ ഫ്ലവേഴ്സ്. ഇനി ഇവിടെ നോക്കൂ, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, ടോൾ പ്ലാന്റ്, റെഡ് ഫ്ലവേഴ്സ്. ഇനി ഇവിടെ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, ടോൾ പ്ലാന്റ്, റെഡ് ഫ്ലവേഴ്സ്. ഇവിടെയാണെങ്കിലോ സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, ഡോർഫ് പ്ലാന്റ്, റെഡ് ഫ്ലവേഴ്സ്. ഇനി ഇവിടെ നോക്കൂ, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, ഡോർഫ് പ്ലാന്റ് ആണ്, ബട്ട് റെഡ് ഫ്ലവേഴ്സ് ആണ്. ഇവിടെ നോക്കൂ, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, ടോൾ പ്ലാന്റ്, റെഡ് ഫ്ലവേഴ്സ്. ക്യാപിറ്റൽ ടി, സ്മോൾ ആർ, ടോൾ പ്ലാന്റ്, യെല്ലോ ഫ്ലവേഴ്സ്. സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, ഡോർഫ് പ്ലാന്റ്, റെഡ് ഫ്ലവേഴ്സ്. ഇനി സ്മോൾ ടി, സ്മോൾ ആർ, ഡോർഫ് പ്ലാന്റ്, യെല്ലോ ഫ്ലവേഴ്സ്. ഇങ്ങനെയാണ് സെക്കൻഡ് ജനറേഷൻ കിട്ടുന്നത്. ബി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദി ക്യാരക്ടേഴ്സ് ഒബ്സർവ്ഡ് ഇൻ ദി സെക്കൻഡ് ജനറേഷൻ? ഏതൊക്കെയാണ്? ടോൾ പ്ലാന്റ്, റെഡ് ഫ്ലവേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ടോൾ പ്ലാന്റ്, യെല്ലോ ഫ്ലവേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഡോർഫ് പ്ലാന്റ് വിത്ത് യെല്ലോ ഫ്ലവേഴ്സ് വരുന്നുണ്ട്, ഡോർഫ് പ്ലാന്റ് വിത്ത് റെഡ് ഫ്ലവേഴ്സ് വരുന്നുണ്ട്. ഇതില് ടോൾ പ്ലാന്റ്, റെഡ് ഫ്ലവേഴ്സും ഡോർഫ് പ്ലാന്റ്, യെല്ലോ ഫ്ലവേഴ്സും ആയിരുന്നു പാരന്റ്സിൽ ഉണ്ടായിരുന്ന ക്യാരക്ടേഴ്സ്. എന്നാൽ ടോൾ പ്ലാന്റ് വിത്ത് യെല്ലോ ഫ്ലവേഴ്സും ഡോർഫ് പ്ലാന്റ് വിത്ത് റെഡ് ഫ്ലവേഴ്സും പാരന്റ്സിൽ ഇല്ലാതിരുന്ന ക്യാരക്ടേഴ്സ് ആണ് അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, കംപ്ലീറ്റ് ദി ഇല്ലസ്ട്രേഷൻ. ഇത് എന്തിന്റെ സ്ട്രക്ചർ ആണ്? DNA സ്ട്രക്ചർ ആണ് അല്ലെ? അതിൽ നമുക്ക് ഈ A, B, C ഇത് മൂന്നും ഫിൽ ചെയ്യണം. ഓക്കെ, അപ്പൊ അഡിനിൻ എപ്പോഴും എന്തുമായിട്ടാണ് പെയർ ചെയ്യുക? അഡിനിൻ എപ്പോഴും തൈമിനും ആയിട്ടാണ് പെയർ ചെയ്യുക അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് വരിക? ഇവിടെ T ആണ് വരിക, തൈമിൻ ആണ് വരിക അല്ലെ? അഡിനിൻ എപ്പോഴും ആരുമായിട്ടാണ് പെയർ ചെയ്യുന്നത്? തൈമിനും ആയിട്ടാണ് പെയർ ചെയ്യുന്നത്. അപ്പൊ A എന്ന് പറയുന്നത് T ആണ് വരിക. ദെൻ B നോക്കൂ, ഇവിടെ എന്താ ഉള്ളത്? C ആണ്, അതായത് സൈറ്റോസിൻ ആണുള്ളത്. സൈറ്റോസിൻ എപ്പോഴും ആരുമായിട്ടാണ് പെയർ ചെയ്യുന്നത്? ഗ്വാനിനും ആയിട്ടാണ് അല്ലെ? സോ അവിടെ എന്താ വരിക? B എന്താ വരിക? G ആണ് വരിക. G എപ്പോഴും C യു ആയിട്ടാണ് പെയർ ചെയ്യുന്നത്. സോ ഇവിടെ എന്ത് വരും? G വരും. ഓക്കെ, ഇനി ഇവിടെ T ഉണ്ട്, അപ്പൊ ഇവിടെ എന്താ വരിക? A ആണ് വരിക അല്ലെ? തൈമിൻ, അഡിനിൻ അങ്ങനെയല്ലേ വരിക? സോ ഇവിടെ എന്താ വരുന്നത്? A ആണ് വരുന്നത്. ഓക്കെ, ആ ഒരു ഇത് ഓർത്ത് വെക്കണം കേട്ടോ. അഡിനിൻ എപ്പോഴും തൈമിനുമായും ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനുമായിട്ടാണ് പെയർ ചെയ്യുക. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണത്. The sequential arrangements of nucleotides in DNA molecule is illustrated below. Complete the illustration by drawing the second strand of the DNA molecule. നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു സ്ട്രാൻഡ് കംപ്ലീറ്റ് ചെയ്യണം. ഇത് കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കണം അല്ലേ? അപ്പൊ നമുക്കൊന്ന് ഫിൽ ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം ഈ 1, 2, 3 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്താണെന്നുള്ളത് നോക്കാം. 1 എന്ന് പറയുന്നത് എന്താണ്? നൈട്രജൻ ബേസ് ആണ് അല്ലെ? ഇവിടെ സൈറ്റോസിൻ ആണ് ഉള്ളത്. പിന്നെ 2 ഇതെന്താണ്? ഫോസ്ഫേറ്റ് ആണ്. ഇതെന്താണ്? ഷുഗർ മോളിക്യൂൾ ആണ് അല്ലെ? ബാക്കി നമുക്കിനി സെക്കൻഡ് സ്ട്രാൻഡ്, ഓപ്പോസിറ്റ് സ്ട്രാൻഡ് ഫിൽ ചെയ്യണം. അതൊന്ന് നോക്കാം. അപ്പോ ഇവിടെ സൈറ്റോസിൻ ആണ്, അപ്പൊ അവിടെ എന്താ വരിക? ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ എന്താ വരുന്നത്? ഗ്വാനിൻ ആയിരിക്കും അല്ലെ? G ആയിരിക്കും. അഡിനിൻ എപ്പോഴും ആരുമായിട്ടാണ് ബോണ്ട് ഉണ്ടാക്കുന്നത്? അഡിനിൻ എപ്പോഴും തൈമിനുമായും അതുപോലെ തന്നെ ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനുമായിട്ടുമാണ് ബോണ്ട് ഉണ്ടാവുക. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഫിൽ ചെയ്യണം. അപ്പൊ ഇവിടെ വരച്ചതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് വരയ്ക്കണം? ഈ ഷുഗർ മോളിക്യൂളും ഫോസ്ഫേറ്റും ഒക്കെ വരയ്ക്കണം. ഓക്കെ, ഇതിങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഈ നൈട്രജൻ ബേസുകളാണ് നമ്മൾ കൃത്യമായിട്ട് നോക്കി ഫിൽ ചെയ്യേണ്ടത്. ഇത് ഇതേപോലെ തന്നെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരച്ചാൽ മതിയാവും. ഇനി ഇവിടെ C ആണുള്ളത് അല്ലെ? C വരുമ്പോൾ ഇവിടെ എന്താ വരിക? G ആണ് വരിക. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും,
ഈ സൈറ്റോസിനും ഗ്വാനിനും ഇടയിൽ ട്രിപ്പിൾ ബോണ്ട് ആണ് വരുന്നത് അല്ലെ. അതുപോലെ തന്നെ അഡിനിനും തൈമിനും ഇടയ്ക്ക് ഡബിൾ ബോണ്ടും ആണ് വരുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം വരയ്ക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ അഡിനിന്റെ ഓപ്പോസിറ്റിൽ എന്താ വരേണ്ടത്? തൈമിനാണ് വരേണ്ടത്. ഗ്വാനിന്റെ ഓപ്പോസിറ്റിൽ സൈറ്റോസിനാണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ G ആണ്, അതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? C ആയിരിക്കും, അതായത് സൈറ്റോസിൻ ആയിരിക്കും. ഇവിടെ A ആണ് കേട്ടോ. A ആവുമ്പോ ഇവിടെ എന്താ വരിക? തൈമിൻ, T ആണ് വരിക അല്ലെ. അതുപോലെ തന്നെ ഇവിടെ T ആണ്, അത് ക്ലിയർ ആവുന്നില്ല, പക്ഷെ ഇവിടെ T ആണ്. അപ്പൊ ഇവിടെ എന്താ വരിക? A ആണ് വരിക. അപ്പൊ നിങ്ങൾ ഇത് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബോണ്ട് കൂടി ഫില്ല് ചെയ്യാനായിട്ട് മറക്കരുത്. ഗ്വാനിനും സൈറ്റോസിനും ഇടയ്ക്ക് ട്രിപ്പിൾ ബോണ്ടും അഡിനിനും തൈമിനും ഇടയ്ക്ക് ഡബിൾ ബോണ്ടും ആണ് വരുന്നത്. ടാബുലേറ്റ് ദി ഡിഫറൻസസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA. DNAയും RNAയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതാനാണ് പറയുന്നത്. എന്തൊക്കെ എഴുതേണ്ടത്? നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് എഴുതണം, ടൈപ്പ് ഓഫ് ഷുഗർ, നൈട്രജൻ ബേസസ്. അപ്പൊ എത്ര സ്ട്രാൻഡുകളാണ് DNA യിൽ കാണുന്നത്? 2 ആണ് അല്ലെ, ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. RNA എന്ന് പറയുന്നത് യൂഷ്വലി 1 സ്റ്റാൻഡേർഡ് ആയിരിക്കും, സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഓക്കെ, ടൈപ്പ് ഓഫ് ഷുഗർ ചോദിക്കുന്നുണ്ട്. DNA യില് ഡിയോക്സി റൈബോസ് ഷുഗറും RNA യിൽ റൈബോസ് ഷുഗറും ആണ് കാണുന്നത്. നമുക്ക് ഫില്ല് ചെയ്തിട്ടുള്ള ടേബിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഇനി നൈട്രജൻ ബേസസ് ചോദിക്കുന്നുണ്ട്. DNA യിൽ ഏതൊക്കെയാണ് കാണുന്നത്? അഡിനിൻ കാണുന്നു, തൈമിൻ കാണുന്നു, അതുപോലെ തന്നെ ഗ്വാനിൻ കാണുന്നു, സൈറ്റോസിൻ കാണുന്നു. ഇവിടെ RNA യിലാണെങ്കിൽ അഡിനിൻ ഉണ്ട്, പക്ഷെ തൈമിന് പകരം അവിടെ എന്താണ്? യുറാസിലാണ് അല്ലെ. പിന്നെ ഗ്വാനിൻ, സൈറ്റോസിൻ. അപ്പോ നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് നോക്കുകയാണെങ്കിൽ DNA യിൽ 2ഉം RNA യിൽ 1ഉം ആണ്. DNA യിൽ കാണപ്പെടുന്ന ഷുഗർ ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. RNA യിൽ റൈബോസ് ഷുഗർ ആണ് കാണുന്നത്. പിന്നെ DNA യിൽ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, ഈ 4 നൈട്രജൻ ബേസുകളാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഇവിടെ RNA യിൽ തൈമിന് പകരം എന്ത് വരും? യുറാസിൽ വരും. ബാക്കി 3 സെയിം തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, offsprings may vary in characters from their parents. അങ്ങനെ വ്യത്യസ്തത കാണിക്കുന്നതിനെയാണ് നമ്മൾ വേരിയേഷൻസ് എന്ന് പറയുന്നത് അല്ലെ. വാട്ട് ആർ ദ റീസൺസ് ഫോർ ദിസ് വേരിയേഷൻ ഇൻ ദ ലൈറ്റ് ഓഫ് ജെനറ്റിക്സ്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ വേരിയേഷൻസ് ഉണ്ടാവുന്നത് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ 3 റീസൺസ് പഠിച്ചതാണ് അല്ലെ. ഒന്ന് എന്ന് പറയുന്നത് ക്രോസിംഗ് ഓവർ ഓഫ് ക്രോമസോംസ്, രണ്ടാമത്തേത് ഫെർട്ടിലൈസേഷൻ, മൂന്നാമത്തേത് എന്താണ്? മ്യൂട്ടേഷൻ ആണ്. ബി ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡസ് ദ ചേഞ്ചസ് ടേക്സ് പ്ലേസ് ഡ്യൂറിംഗ് മിയോസിസ് കോസസ് വേരിയേഷൻ ഇൻ നെക്സ്റ്റ് ജനറേഷൻ? മിയോസിസ് നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന എന്ത് ചേഞ്ച് ആണ് വേരിയേഷൻ ഉണ്ടാവാൻ കാരണമാവുന്നത്? എന്താണ്? ക്രോസിംഗ് ഓവർ ആണ് അല്ലെ. ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉത്തരം എഴുതിയിട്ടുണ്ട്, എന്നാലും പറയാം ആദ്യം. ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിയോസിസ് നടക്കുന്ന സമയത്ത് അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ക്രോമസോമുകൾ തമ്മിൽ അടുത്തു വരികയും അവ പെയർ ചെയ്ത് അവയിൽ ഭാഗങ്ങൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു ക്രോമസോമിന്റെ ഭാഗം മുറിഞ്ഞ് മറ്റൊന്നിന്റെ ഭാഗമായി മാറുന്നു, ആ ഒരു ക്രോമസോമിന്റെ ഒരു ഭാഗം മുറിഞ്ഞ് ഈ ക്രോമസോമിന്റെ ഭാഗമായിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതിനെയാണ് നമ്മൾ ക്രോസിംഗ് ഓവർ ഓഫ് ക്രോമസോംസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, അത്രയും സമയം ആ ഒരു പെർട്ടിക്കുലർ ക്രോമസോമിൽ ഉണ്ടായിരുന്ന ജീൻ ഡിസ്ട്രിബ്യൂഷൻ മാറി അല്ലെ. ആ ഒരു ക്രോമസോം ആണ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോകുന്നത് എങ്കിൽ എന്ത് സംഭവിക്കുന്നു? അവിടെ വേരിയേഷൻ ഉണ്ടാവുന്നു. Then how does the chemical substances and the radiations cause variation in characters? ചില കെമിക്കൽ സബ്സ്റ്റൻസുകളും റേഡിയേഷൻസും ഒക്കെ മ്യൂട്ടേഷൻ ഉണ്ടാക്കാറുണ്ട്. മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? This is sudden heritable changes in the genetic constitution of an organism. ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിന്റെ ആ ഒരു ജനറ്റിക് മെറ്റീരിയലിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? അത്രയും കാലം എക്സ്പ്രസ് ചെയ്യാത്ത ഒരു ക്യാരക്ടർ അവിടെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു അല്ലെ. ദാറ്റ് മീൻസ് വേരിയേഷൻസ് ഉണ്ടാവുന്നു. അപ്പൊ ഫസ്റ്റ് ചോദിച്ചത് എന്തൊക്കെയാണ് ഈ വേരിയേഷൻസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്നാണ്. ഫെർട്ടിലൈസേഷൻ, ക്രോസിംഗ് ഓവർ ഓഫ് ക്രോമസോംസ് ആൻഡ് മ്യൂട്ടേഷൻ. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് എന്താ ഉണ്ടാവുന്നത്? വേരിയേഷൻസ് ഉണ്ടാവുന്നത്. അതിൽ ക്രോസിംഗ് ഓവറിനെ കുറിച്ചും മ്യൂട്ടേഷനെ കുറിച്ചും ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഫെർട്ടിലൈസേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ് ആണ്. അപ്പോൾ ഇവിടെ മെയിലിൽ നിന്നും വരുന്ന ഗാമേറ്റിൽ ഒരു അലീൽ ഉണ്ടാവും, ഫീമെയിലിൽ നിന്ന് വരുന്ന ഗാമേറ്റിൽ ഒരു അലീൽ ഉണ്ടാവും. അപ്പൊ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ്
ആ ഒരു പെർട്ടിക്കുലർ ജീൻ ആയിട്ട് മാറുന്നത് അല്ലെ. അപ്പൊ രണ്ടിൽ നിന്നും ഓരോ അലീൽ വീതം വരുന്നു എന്ന് പറയുമ്പോൾ ആ രണ്ട് അലീലുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ കോമ്പിനേഷൻ മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഈ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും വന്നപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന കണ്ടീഷൻ ഉണ്ടായി. പാരന്റില് ക്യാപിറ്റൽ ടിയും സ്മോൾ ടി ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഉണ്ടായിട്ടുള്ള ഓഫ്സ്പ്രിംഗിൽ എന്താണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന കണ്ടീഷൻ ആണ്. അത് പാരന്റ്സിന് ഇല്ലാതിരുന്ന ഒരു കണ്ടീഷൻ ആണ് അല്ലെ. അപ്പൊ അത്തരത്തിൽ വേരിയേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഫെർട്ടിലൈസേഷനിലൂടെയും ഉണ്ടാവുന്നുണ്ട്. നെക്സ്റ്റ് നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ് ക്രോസിംഗ് ഓവർ ഓഫ് ക്രോമസോംസ്. ക്രോമസോമുകൾ തമ്മിൽ മിയോസിസിന്റെ ഇനീഷ്യൽ ഫേസിൽ അടുത്തടുത്ത് വരികയും അവയിലെ ഭാഗങ്ങൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു DNA ഭാഗം മറ്റൊന്നിന്റെ ഭാഗമായിട്ട് മാറുമ്പോൾ അവിടെ ജീൻസിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ മാറ്റം വരുന്നു. ഇങ്ങനെ ഈ ജീൻ ഡിസ്ട്രിബ്യൂഷനിൽ മാറ്റം വന്നിട്ടുള്ള ക്രോമസോം ആണ് അടുത്ത ജനറേഷനിലേക്ക് പോകുന്നത് എങ്കിൽ അവിടെ എന്തുണ്ടാവുന്നു? വേരിയേഷൻസ് ഉണ്ടാവുന്നു. Then C question എന്തായിരുന്നു? How does the chemical substances and the radiations causes variation in characters? അപ്പോൾ ചില കെമിക്കൽ സബ്സ്റ്റൻസുകളും റേഡിയേഷൻസും എന്തുണ്ടാക്കുന്നുണ്ട്? മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഈ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? ജനറ്റിക് മെറ്റീരിയലിലുള്ള ചേഞ്ച് ആണ് അല്ലെ. അപ്പോൾ ഈ ചേഞ്ച് സംഭവിച്ചിട്ടുള്ള ജീൻസ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വേരിയേഷൻസ് ഉണ്ടാവുന്നു. The different stages of protein synthesis given below, rearrange them appropriately. tRNA carries different types of amino acids. mRNA come out from the nucleus. mRNA is formed from DNA. Amino acids are joined together based on the messages in mRNA. mRNA reaches in ribosomes. Protein is synthesized. അപ്പോൾ പ്രോട്ടീൻ ഉണ്ടാവുക എന്നുള്ള പ്രോസസ്സ് ലാസ്റ്റ് നടക്കുന്ന തന്നെയായിരിക്കും അല്ലെ. അപ്പോ ഇത് എഫ് എന്നുള്ള ആ ഒരു പൊസിഷനിൽ തന്നെയാണ് വരിക, അതായത് ലാസ്റ്റ് തന്നെയാണ് വരിക. ഓക്കെ, നമുക്ക് ബാക്കിയുള്ളതൊക്കെ നോക്കാം. tRNA അമിനോ ആസിഡുകളെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നുണ്ട്. mRNA ന്യൂക്ലിയസിന് പുറത്തേക്ക് വരുന്നു എന്ന് പറയുന്നു. mRNA ഉണ്ടാവുന്നു എന്ന് പറയുന്നു. അപ്പൊ ആദ്യം എന്താ സംഭവിക്കുന്നത്? mRNA ഉണ്ടാവുന്നു അല്ലെ. ഈ mRNA ഉണ്ടായതിനു ശേഷമാണ് അതെന്ത് ചെയ്യുന്നത്? ന്യൂക്ലിയസിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ന്യൂക്ലിയസിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് അത് എവിടെ എത്തുന്നത്? റൈബോസോമിലാണ് എത്തുന്നത്. അപ്പൊ മൂന്നാമത് എന്ത് നടക്കുന്നത്? mRNA reaches in ribosome. ഓക്കെ, അതുപോലെ തന്നെ എന്തുകൂടെ നടക്കുന്നു? ഇനി എന്ത് നടക്കുന്നു? tRNA അമിനോ ആസിഡുകളെ കൊണ്ടുവരുന്നു. പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? അമിനോ ആസിഡുകൾ വേണം. അത് ആര് കൊണ്ടുവരുന്നു? tRNA കൊണ്ടുവരുന്നു. ഈ കൊണ്ടുവന്നിട്ടുള്ള അമിനോ ആസിഡുകൾ പരസ്പരം കൂടിച്ചേരുന്നു. mRNAയിലുള്ള മെസ്സേജിനനുസരിച്ച് ഇവ പരസ്പരം കൂടിച്ചേരുന്നു. അപ്പൊ അഞ്ചാമത്തേത് എന്താണ്? ഇതാണ് അമിനോ ആസിഡ്സ് ആർ ജോയിൻഡ് ടുഗദർ ബേസ്ഡ് ഓൺ ദി മെസ്സേജസ് ഇൻ mRNA. ലാസ്റ്റ് പ്രോട്ടീൻ ഉണ്ടാവുന്നു. ഇതാണ് അല്ലെ. അപ്പൊ ഓർഡർ നോക്കൂ. mRNA is formed from DNA. mRNA come out from the nucleus. mRNA reaches in ribosome. tRNA carries different types of amino acids. Amino acids are joined together based on the messages in mRNA. Protein is synthesized. ഇതാണ് ഓർഡർ വരുന്നത് അല്ലെ. അവിടെ നടക്കുന്ന കംപ്ലീറ്റ് പ്രോസസ്സുകളും കൃത്യമായിട്ടുള്ള ഓർഡറിൽ നമ്മളിവിടെ റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദി ഫിഗർ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ക്രോമസോംസിന്റെ ക്രോസിംഗ് ഓവർ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് അല്ലെ. നമുക്ക് ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നെയിം ദി പ്രോസസ് ഷോൺ ഇൻ ദി ഫിഗർ. എന്താണ്? ക്രോസിംഗ് ഓവർ ഓഫ് ക്രോമസോംസ് ആണ് അല്ലെ. റൈറ്റ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് പ്രോസസ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ക്രോസിംഗ് ഓവർ നടക്കുമ്പോൾ ജീൻ ഡിസ്ട്രിബ്യൂഷനിൽ മാറ്റം ഉണ്ടാവാൻ കാരണമാവുന്നു. ഇത് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? വേരിയേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പ്രോസസ് എന്താണ്? ക്രോസിംഗ് ഓവർ ഓഫ് ക്രോമസോംസ് ആണ്. ക്രോസിംഗ് ഓവറിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ക്രോമസോമുകൾ തമ്മിൽ അടുത്ത് വന്ന് അവയുടെ പാർട്ടുകൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ പാർട്ടുകൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ജീൻ ഡിസ്ട്രിബ്യൂഷനിൽ മാറ്റം വരുന്നു. അപ്പോ ഈ ജീൻ ഡിസ്ട്രിബ്യൂഷനിൽ മാറ്റം വന്നിട്ടുള്ള ക്രോമസോംസ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്ത് പോവാൻ സാധ്യതയുണ്ട് അല്ലെ. അങ്ങനെ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവുന്നുണ്ട്? പുതിയ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ട്.
Next question, write the role of mRNA and tRNA in protein synthesis. mRNA എന്താണ് ചെയ്യുന്നത്? DNA-യിലുള്ള മെസ്സേജിനെ റൈബോസോമിലേക്ക് കൊണ്ടുവരുന്നത് mRNA ആണ് അല്ലേ? അപ്പോൾ mRNA എന്ത് ചെയ്യുന്നു? mRNA അല്ലെങ്കിൽ മെസഞ്ചർ RNA എന്താണ് ചെയ്യുന്നത്? It carries information from DNA to ribosomes. Okay. ഇനി tRNA എന്താ ചെയ്യുന്നത്? tRNA എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ RNA ആണ് അല്ലേ? ഇവ അമിനോ ആസിഡുകളെ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നവരാണ്. അമിനോ ആസിഡുകളെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന RNAs ആണ് ട്രാൻസ്ഫർ RNAs or tRNAs എന്ന് പറയുന്നത്. What is mutation? Write the reasons. എന്താണ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? A sudden heritable change in the genetic constitution of an organism. അല്ലേ? മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓർഗാനിസത്തിന്റെ ജനറ്റിക് മെറ്റീരിയലിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ്, സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ആണ് ഈ മ്യൂട്ടേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള കാരണങ്ങളാണ് ചോദിക്കുന്നത്. ഒന്ന്, ഈ DNA ഡ്യൂപ്ലിക്കേഷൻ സമയത്ത് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാവുന്നതാവാം. DNA ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ DNA-യുടെ ഒരു കോപ്പി ഉണ്ടാക്കുന്ന പ്രോസസ് ആണ്. ഓക്കെ, DNA ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ DNA ഡ്യൂപ്ലിക്കേഷൻ നടക്കുമ്പോൾ എന്തെങ്കിലും ഡിഫക്റ്റ് സംഭവിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കെമിക്കലിന്റെ പ്രസൻസ് കൊണ്ടോ അല്ലെങ്കിൽ റേഡിയേഷൻസ് കാരണമോ ഒക്കെ എന്തുണ്ടാവാം? മ്യൂട്ടേഷൻ ഉണ്ടാവാം. In a discussion, one said, sex of the child is determined by the mother. Do you agree with the statement? Why? അപ്പോൾ കുഞ്ഞിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അമ്മയാണ് എന്നൊരാൾ പറയാണ് ഒരു ഡിസ്കഷനിൽ. അപ്പൊ നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് എന്നാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റിനോട് നമ്മൾ യോജിക്കുന്നില്ല അല്ലെ? അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നില്ല എന്നുള്ളത് ആദ്യം പറയണം. എന്നിട്ട് എന്തുകൊണ്ടാണ് എന്നുള്ളത് പറയണം. ഫാദറിലെ XY ക്രോമസോമാണ് കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലെ? ഫാദറിൽ നിന്നും X ആണ് വരുന്നതെങ്കിൽ കുഞ്ഞ് പെണ്ണായിരിക്കും. കാരണം മദറിൽ നിന്ന് എന്തായാലും X വരുള്ളൂ അല്ലെ? മദറിന്റെ കണ്ടീഷൻ എന്താണ്? 44 പ്ലസ് XX എന്നുള്ള കണ്ടീഷനാണ് അല്ലെ? 44 പ്ലസ് XX എന്നുള്ള കണ്ടീഷനും ഫാദറിന്റേത് XY എന്നുള്ള കണ്ടീഷനുമാണ്. അപ്പോ മദറിൽ നിന്ന് എന്തായാലും X വരാൻ സാധ്യതയുള്ളൂ. ഇനി ഫാദറിൽ നിന്ന് X തന്നെയാണ് വരുന്നത് എങ്കിൽ XX എന്നുള്ള കണ്ടീഷൻ ഉണ്ടാവുന്നു. ദാറ്റ് മീൻസ് ഫീമെയിൽ ചൈൽഡ് ഉണ്ടാവുന്നു. ഇനി മദറിൽ നിന്നുള്ള എക്സും ഫാദറിൽ നിന്നുള്ള വൈയും വരികയാണെങ്കിലാണ് അവിടെ എന്തുണ്ടാവുന്നത്? XY ഉണ്ടാവുന്നത്. അപ്പൊ ഫാദറിൽ നിന്നും Y ക്രോമസോം ഉള്ള സ്പേം ആണ് വരുന്നത് എങ്കിലാണ്, ആ സ്പേമുമായിട്ടാണ് ഈ ഓവം കൂടിച്ചേരുന്നത് എങ്കിലാണ് എന്ത് സംഭവിക്കുന്നത്? മെയിൽ ചൈൽഡ് ഉണ്ടാവുന്നത്. സോ സെക്സ് ഓഫ് ദ ചൈൽഡ് ആരല്ല ഡിറ്റർമൈൻ ചെയ്യുന്നത്? അമ്മയല്ല ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമ്മളിപ്പോ അൺറാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസ് എന്ന ചാപ്റ്ററിലെ മോഡൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഈ ചാപ്റ്ററിന്റെ ക്ലാസ്സുകളൊക്കെ എടുത്ത് തീർത്തതാണ്. നിങ്ങൾ ക്ലാസ്സുകളൊന്നും കണ്ടിട്ടില്ല എങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സിന്റെ ആൻസേഴ്സ് ഒക്കെ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അതും കണ്ടു നോക്കുക. പിന്നെ ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ബയോ അബോർഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്